ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രയോടും അച്ഛനോടും കൂടി പറയാണ്, സിദ്ധുവളിനെ കുടുക്കിയത് നിങ്ങൾ 3 പേരും കൂടിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ചന്ദ്രയും തങ്കച്ചിയും ശരത്തും കൂടിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും അത് ഞങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് 3 പേർക്കുമാണ് സിദ്ധുവളിയനോട് കുഞ്ഞളിയനോട് ദേഷ്യമുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ 3 പേരെയും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞതോടെ ചന്ദ്ര പെട്ടെന്നങ്ങ് പതറുകയാണ്. ചന്ദ്ര ശരത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ പറയുകയാണ് കേട്ടോ. ഇതിപ്പോൾ ആകെ കുഴപ്പമാകുന്ന തോന്നുന്നത്. ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് സിദ്ധുവിന് എന്തായാലും ജാമ്യം കിട്ടു പുറത്തിറങ്ങുമെന്നാണ് തോന്നുന്നത്. അവർക്കാണെങ്കിലോ നമ്മളെ 3 പേരെയും സംശയമുണ്ട്. 3 പേരെയോ? അതാരാ? തങ്കച്ചിയെയും അവർക്ക് സംശയമുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സിദ്ധു എങ്ങാനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ തൂങ്ങും. അപ്പോൾ ശരത്ത് പറയണേ, തൂങ്ങലിപ്പോൾ എന്തായാലും നമ്മൾ തൂങ്ങും. അല്ല, സിദ്ധു പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി നീയല്ല അന്ന് പറഞ്ഞത് സിദ്ധുവിനെ ജയിലിൽ തന്നെ വെച്ച് ഇല്ലാതാക്കും എന്നൊക്കെ. എന്നിട്ട് അതെന്തായി? പെട്ടെന്നൊരു തീരുമാനമെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൂങ്ങും എന്ന് പറയുമ്പോൾ അതിപ്പോൾ എല്ലെങ്കിലും തൂങ്ങുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് സംസാരിക്കും എന്നൊക്കെയാണ് ഇവിടെ ഡോക്ടർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ ആദ്യം തൂങ്ങാൻ പോകുന്നത് ഞാനായിരിക്കും. എനിക്കെതിരെ ആയിരിക്കും അമ്മ ആദ്യം മൊഴി കൊടുക്കാൻ പോകുന്നത്. അതിന് ശരത്തെ നീയാണ് കാറിടിച്ചത് എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലല്ലോ. കാറിടിച്ചത് ഞാനാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് എന്നെ അകത്താക്കാൻ കഴിയും. ഇപ്പോൾ ചെകുത്താനും കടലിനും നടുവിലാണ്. ഒരു ഭാഗത്ത് എൻ്റെ അമ്മ, മറുഭാഗത്ത് സിദ്ധു. അതുകൊണ്ട് ഞാനാണിപ്പോൾ കുടുങ്ങാൻ പോകുന്നത്. അപ്പോൾ ചന്ദ്ര പറയണേ, ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും ശരത്തിന് ഉണ്ടായിരുന്നില്ല. അതിന് സ്വന്തം അമ്മയെ കൊല്ലേണ്ട അവസ്ഥ വരുന്നത്, ഒരു മകന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എപ്പോഴായിരിക്കും? ആ അമ്മയെ കൊണ്ട് അത്രയ്ക്ക് തലവേദന വരുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് അതിന് ശ്രമിച്ചത്. കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട, ഒന്ന് ഫോൺ വെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ചന്ദ്രയുടെ ഫോൺ അങ്ങ് കട്ടാക്കുക കേട്ടോ. എന്നതിൻ്റെ ശേഷം ശരത്ത് നേരെ ഐസിയുനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ശരത്ത് പ്രഭാവതിക്ക് കൊടുക്കുന്ന മാസ്ക് അങ്ങ് മാറ്റുകയാണ്. പ്രഭാവതി ശ്വാസം കിട്ടാൻ വേണ്ടി പെടയുന്നത് കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ശരത്ത്. എന്നതിൻ്റെ ശേഷം പ്രഭാവതി പെട്ടെന്ന് മരിക്കാൻ വേണ്ടി വായ അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. വായയും മൂക്കും കൂടി അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്വാസം കിട്ടാതെ പ്രഭാവതി കണ്ണ് തുറക്കുകയാണ്. എന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വേദന സഹിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. എന്നിട്ട് മരിക്കാറാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ശരത്ത് സന്തോഷിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ ഡോക്ടർ അവിടേക്ക് എത്തണം. അതോടുകൂടി പെട്ടെന്ന് ശരത്ത് കൈയെടുത്ത് വീണ്ടും മാസ്ക് പ്രഭാവതിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രഭാവതി വീണ്ടും നോർമൽ അവസ്ഥയിലാവുകയാണ്. അപ്പോൾ ശരത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടു വരുന്നത് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എന്താ? അല്ല ഡോക്ടർ, ഇപ്പോൾ ഇവിടേക്ക് വന്നത് കൊണ്ടാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഐസിയുനകത്ത് കയറരുത് എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ കരയുന്നത് അത് പേഷ്യൻറ്റിന് ദോഷം ചെയ്യും. അത് പിന്നെ എൻ്റെ അമ്മയല്ലേ ഡോക്ടർ, അതുകൊണ്ടാണ്. ഡോക്ടർ കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് എൻ്റെ കരച്ചിൽ ഡോക്ടർക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വരുന്നതെങ്കിൽ എൻ്റെ കരച്ചിൽ ഡോക്ടർക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. എന്നാൽ ശരി, അമ്മയെ കണ്ടില്ലേ, എന്ന് പുറത്തു പോകാൻ നോക്ക്. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും അവസരമുണ്ടല്ലോ. അപ്പോൾ ഞാനിതുപോലെ ഇടയ്ക്ക് അമ്മയെ കാണാൻ വേണ്ടി ഇതിനകത്ത് കയറിക്കോളാം. അപ്പോൾ ഡോക്ടർക്ക് വീണ്ടും എൻ്റെ കരച്ചിലൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ ഡോക്ടർ ശരി ശരി തൽക്കാലം ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ശരത്തിനെ പുറത്താക്കണം. പിന്നീട് ശരത്ത് ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുകയാണ്. എന്താണ് ശരത്ത് നീ കാണിച്ചത്? ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ? നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചില്ല? നീ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് നീ ആലോചിച്ചു? ഇത്രയ്ക്ക് റിസ്ക് എടുക്കേണ്ടിയിരുന്നില്ല. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ നിലനിൽപ്പല്ലേ എനിക്ക് പ്രധാനം. അതുകൊണ്ടാണ് അമ്മയോട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത്. പക്ഷേ എങ്ങാനും ജീവനോടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ പിന്നെ എന്താകും? അത് നീ ഓർത്തോ? അപ്പോൾ ചന്ദ്ര പറയണേ, നീ എന്താ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? നീ ചെയ്ത പ്രവൃത്തിയല്ലേ. അപ്പം പിന്നെ നീ ചെയ്തിട്ട് മറ്റുള്ളവരെയാണോ കുറ്റപ്പെടുത്തുന്നത്? അത് പിന്നെ ഏത് സമയത്താണാവോ എനിക്ക് കുടിക്കാൻ തോന്നിയത്, അതുകൊണ്ടാണ് ഇതെല്ലാം പുറത്തായത്. അത് ശരി, അപ്പം നിനക്ക് കുടിയുമുണ്ടോ? കുടിയൊക്കെ നിർത്തിയതായിരുന്നു ഇടയ്ക്ക് വെച്ച്, പക്ഷെ വീണ്ടും അത് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇനിയും നിന്നെ സൂക്ഷിക്കണമല്ലോ. നീ കുടിച്ച് ബോധമില്ലാതെ ഇനിയും പല രഹസ്യങ്ങളും വിളിച്ചു പറയുമല്ലോ. അങ്ങനെ അങ്ങ് ബോധമില്ലാതെ കുടിക്കത്തൊന്നുമില്ല ഞാൻ. ഇനി ഇങ്ങനൊരു അബദ്ധം എനിക്ക് സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, ഇനിയെങ്ങാനും നിനക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ട് എല്ലാ സത്യവും നീ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ എനിക്ക് അതിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ എനിക്കറിയാം. നീ തന്നെയാവും അവസാനം കുറ്റക്കാരനാവാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ശരത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശരത്ത് പറയണ, അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് നീയൊന്നും അങ്ങനെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. നീ ഒന്നും മറന്നിട്ടില്ലല്ലോ.
പ്രേമയുടെ കാര്യമൊക്കെ നീ ഓർത്ത് വെച്ചോ. ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടാണ് ഞാൻ പെട്ടിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പല വൃത്തികേടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒന്നിനും ഒരു പിടുത്തവും കൊടുത്തിട്ടില്ല. പക്ഷേ മറ്റുള്ളവരെ സഹായിച്ചിട്ട് ഞാൻ കുടുങ്ങുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഈ ശരത്തിനെക്കുറിച്ച് നിനക്ക് കൂടുതലൊന്നും അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞതോടെ, പ്രേമയെക്കുറിച്ച് പറഞ്ഞതോടെ ചന്ദ്ര പെട്ടെന്ന് സ്റ്റെക്കാവും കേട്ടോ. അങ്ങനെ ശരത്ത് ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം പോകുമ്പോൾ ചന്ദ്ര ചോദിക്കണം, ഒന്നവിടെ നിന്നേ, എന്നിട്ടിപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ചത്തിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും പറഞ്ഞ് ശരത്ത് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര ഈ ശരത്തിനെ ഒന്ന് സൂക്ഷിക്കണമല്ലോ, ഇവൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും, അമ്മയെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവനെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പേടിയോടുകൂടി ചന്ദ്ര നിൽക്കുന്നത്. പിന്നീട് വക്കീലും നിരഞ്ജനും വിശാലും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധുവിനെ പുറത്തിറക്കാനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പെൻഡ്രൈവിൽ ഉള്ളത്. ഈ CCTV ദൃശ്യത്തിൽ സിദ്ധുവിൻ്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്. ഇവൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധു ക്യാൻറ്റീനിലാണെന്നുള്ളതും തെളിയിക്കാൻ പറ്റിയ ഒരു വീഡിയോ തന്നെയാണ് ഇത്. അപ്പോൾ ഈ CCTVയുടെ ദൃശ്യം വെച്ച് തന്നെ സിദ്ധു നിരപരാധിയാണെന്നുള്ളത് തെളിയിച്ച് പുറത്ത് കൊണ്ടുവരാനും കഴിയും. അത് തന്നെ മെയിൽ ആപ്ലിക്കേഷന് ഞാൻ മൂവ് ചെയ്താം, ജാമ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ ചെയ്തോളാം. പക്ഷേ കോടതി ഈ തെളിവ് സ്വീകരിക്കണോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത്. ചിലപ്പോഴാണ് കോടതി ഇതൊക്കെ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ വിശാൽ പറയണ, അതെങ്ങനെ, ഹൃദയം മാറ്റിവെച്ച ആളാണെന്ന് കൂടി നമുക്ക് കൊടുക്കാമല്ലോ, അത് വെച്ച് ഉറപ്പായും കോടതി ഇത് നിരസിക്കില്ല. നിരഞ്ജൻ പറയണ, ദേവിക നല്ല പ്രതീക്ഷയിലാണ്. ഈ ഒരു തെളിവും കൂടി കിട്ടി എന്ന് കേട്ടപ്പോൾ ദേവിക ഉറപ്പായും സിദ്ധു പുറത്തിറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനിയിപ്പോൾ അത് നിരുത്സാഹപ്പെടേണ്ടി വരുമോ വക്കീലെ എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് ശ്രമിക്കാം, കോടതി ഇത് അംഗീകരിക്കുമെന്ന് നമുക്ക് കരുതാം, എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വക്കീൽ പോവുകയാണ് കേട്ടോ. പിന്നീട് പ്രിയയും മനോഹരനും കൂടി കാറ് വാങ്ങിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ശരത്ത് ഏർപ്പാടാക്കിയ വർക്ക്ഷോപ്പിലെ ആളുമായി സംസാരിക്കുകയാണ്. ഈ കാറിന് എന്തെങ്കിലും കേടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇതിനൊരു കേടുമില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ധൈര്യമായി ഈ കാറ് വാങ്ങിക്കാം, ഈ കാറിന് എന്തെങ്കിലും കേട് വന്നാൽ എൻ്റെ ചെലവിൽ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ഇത് റെഡിയാക്കി തരാം. അങ്ങനെ മനോഹരൻ്റെ പേരിലേക്ക് ഈ കാറ് വാങ്ങിക്കാമെന്ന് പ്രിയ പറയണ. അപ്പോൾ മനോഹരൻ പറയണേ, എൻ്റെ നിത്യമോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു കാറ് വാങ്ങി തരണമെന്നുള്ളത്. അപ്പോൾ പ്രിയ പറയണേ, നിത്യമോൾ തന്നെയാണ് വാങ്ങിത്തരുന്നത് എന്ന് കരുതിയാൽ മതി അച്ഛാ, അച്ഛൻ്റെ പേരിൽ തന്നെ മതി ഈ കാറ് വാങ്ങിക്കൽ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, ഈ കാറിൻ്റെ ഓണർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അയാളിപ്പോൾ ആശുപത്രിയിലാണ്, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി, ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പ്രിയയും കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അയാൾ പോവുകയാണ്. പിന്നീട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് സിദ്ധു ചൊല്ലുകയാണ്. എന്നിട്ട് യാത്ര പറയുകയാണ്. ഇനി ചിലപ്പോൾ നിന്നോട് യാത്ര പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല, എനിക്കിന്ന് ചിലപ്പോൾ ജാമ്യം കിട്ടും. അപ്പോൾ വിഷ്ണു പറയണ, ആദ്യം ജാമ്യം കിട്ടട്ടെ, എന്നിട്ട് മതി യാത്ര പറച്ചിലൊക്കെ, അതിന് ജാമ്യം ഉറപ്പായും കിട്ടും. എന്താ, നിനക്കെന്താ പേടിയുണ്ടോ എനിക്ക് ജാമ്യം കിട്ടും എന്ന് കരുതിയിട്ട്? ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് സന്തോഷമാണുള്ളത്. കാരണം സിദ്ധുവിന് ജാമ്യം കിട്ടിയാലല്ലേ എന്നെ പുറത്തിറക്കാൻ സിദ്ധുവിന് കഴിയൂ, സിദ്ധു അല്ലേ എൻ്റെ വക്കീൽ. അപ്പം പിന്നെ നീ പുറത്തിറങ്ങുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത്. എങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ നോക്ക്, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ഈ ജയിലിൽ കിടന്ന് എന്നെ എന്ത് ചെയ്യാനാണ്? ഞാനൊന്നും ചെയ്യണ്ട, എൻ്റെ ആളായി ചന്ദ്ര അവിടെ ഉണ്ടല്ലോ, ചന്ദ്ര തന്നെ നിന്നെ അകത്താക്കാനുള്ള വഴിയൊക്കെ നോക്കും. പിന്നെ ചന്ദ്ര മാത്രമല്ല എനിക്ക് സഹായത്തിനുള്ളത്, മറ്റു ചിലരുമുണ്ട്, അതൊന്നും നിനക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തവരാണ്. എന്നിട്ട് അവരെ ഒന്നും നിന്നെ സഹായിക്കാൻ വേണ്ടി, നിന്നെ പുറത്തിറക്കാൻ വേണ്ടി കണ്ടില്ലല്ലോ വിഷ്ണു, ഞാൻ തന്നെ നിന്നെ പുറത്തിറക്കേണ്ടി വരുമല്ലോ. അത് പിന്നെ നീ വെറുതെ ഒന്നുമല്ലല്ലോ, ചന്ദ്ര നിനക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നതുകൊണ്ടല്ലേ. അത് എൻ്റെ മിടുക്കാണ് ചന്ദ്രയെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിച്ചത്. പിന്നെ നീയും ചന്ദ്രയും തമ്മിൽ എന്ത് ബന്ധമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ചില സൂചനകളൊക്കെ ഉണ്ട്. പക്ഷെ തെളിവൊന്നുമില്ലല്ലോ, തെളിവുകൾ എൻ്റെ മുന്നിൽ വരും, അതുവരെ എനിക്ക് കാത്തിരിക്കാനും അറിയാം. എനിക്ക് അങ്ങനെ ഒരു സിദ്ധിയുണ്ട്, എനിക്ക് വേണ്ടത് എൻ്റെ മുന്നിൽ തന്നെ കുറച്ച് വഴുകിയാലും എത്തിച്ചേരും. അപ്പോൾ വിഷ്ണു പറയണേ, ഇല്ലാത്ത തെളിവ് എങ്ങനെ നിൻ്റെ മുന്നിൽ വരും? അതൊക്കെ നമുക്ക് നോക്കാം, എന്തായാലും നിന്നോട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്, നമുക്ക് പുറത്ത് വെച്ച് കാണാം. എനിക്കിപ്പോൾ ജാമ്യം കിട്ടിയതുപോലെ നാളെ നിനക്ക് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല, കാരണം നിൻ്റെ കേസും എൻ്റെ കേസും രണ്ടല്ലേ. അപ്പോൾ വിഷ്ണു പറയണ, അതിന് സിദ്ധു നീ വാദിച്ചാൽ ഉറപ്പായും എനിക്ക് ജാമ്യം കിട്ടുമല്ലോ, നിനക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സിദ്ധു പോവുകയാണ്. പിന്നീട് ദേവിക കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ കോടതിയിലേക്കാണ് പോകുന്നത്, സിദ്ധുവിന് ഇന്ന് ജാമ്യം കിട്ടു പുറത്തിറങ്ങും. നാളെ മുണ്ടോടി എനിക്ക് അവിടേക്ക് പോവാൻ, അവനാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് അറിഞ്ഞിട്ടും നീ എന്തിനാണ് അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി
പോകുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും ശരി, സിദ്ധു അല്ല തെറ്റ് ചെയ്തത് എന്നുള്ളതിന് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മുത്തശ്ശി വെറുതെ സിദ്ധുവാണ് ചെയ്തത് എന്ന് പറയുന്നത്? പിന്നെ ആരാടി സിദ്ധുവിൻ്റെ കാർ ഓടിച്ചത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇനി ഞങ്ങളുടെ അടുത്ത ശ്രമം. ആദ്യം ജാമ്യം കിട്ടി സിദ്ധു പുറത്തിറങ്ങട്ടെ, അത് കഴിഞ്ഞുള്ള പിന്നീടുള്ള അന്വേഷണം അതിനായിരിക്കും. പിന്നെ മുത്തശ്ശി ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചോ, ഇപ്പോൾ ഇവിടുത്തെ അമ്മയെ കാണാതായതിൻ്റെ പിറകിലും അങ്ങനെ മറ്റുള്ള കൃത്യങ്ങൾ ചെയ്തതിൻ്റെ എല്ലാം പിറകിൽ ശരത്താണ്. നീ അങ്ങനെ ശരത്തിനെ കുറ്റപ്പെടുത്തണ്ട. ശരത്ത് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കൂ. ശരത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരത്ത് എന്നതാണ് ഞാൻ വിശ്വസിക്കൂ. പ്രഭാവതിയെ ഇടിച്ചിട്ടത് സിദ്ധു തന്നെയാണ്, അതേ വിശ്വസിക്കൂ. അപ്പോൾ ദേവിക പറയണേ, മുത്തശ്ശി അങ്ങനെ വിശ്വസിക്കുന്നത് മുത്തശ്ശിയുടെ ഇഷ്ടം, പക്ഷേ ഞാൻ കൂടി അത് വിശ്വസിക്കണമെന്ന് മുത്തശ്ശി വാശി പിടിച്ചാൽ അത് ഒരിക്കലും ഞാൻ അനുവദിച്ചു തരില്ല. അങ്ങനെ ദേവിക ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മനോഹരനും പ്രിയയും കാറുമായിട്ട് വരുന്നത്. അപ്പോൾ അത് കാണുന്ന മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. കണ്ടില്ലേടി, പ്രിയയെ കണ്ടു പഠിക്ക്. നീ ഇവിടെ ഈ കുടുംബത്തിന് വേണ്ടി എന്താടി ചെയ്തത്? ഒന്നും ചെയ്തില്ല. അപ്പോൾ കണ്ടില്ലേ പ്രിയ ഒരു കാറ് വാങ്ങിയത്? മനോഹര, നീ അത് തിരിച്ചിട്. നമുക്ക് രണ്ടുപേർക്കും ഈ കാറിൽ അമ്പലത്തിലേക്ക് പോവാം. ഇനി മുതൽ എനിക്ക് വാടകയ്ക്ക് ഓട്ടോ ഒന്നും വിളിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോവാനും ഹോസ്പിറ്റലിലേക്ക് പോവാനും ഒക്കെ ഈ കാറ് മതിയല്ലോ. നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാമടി എന്നൊക്കെ പറഞ്ഞ് ദേവികയെ ആ സമയത്ത് മുത്തശ്ശി കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ഇത് പുതിയ കാറാണോ എന്ന് പ്രിയോട് ചോദിക്കുമ്പോൾ, അല്ല മുത്തശ്ശി, ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്. അയ്യോ, സെക്കൻഡ് ഹാൻഡ് ആണോ? എന്താ, പുതിയ കാറ് വാങ്ങിയാൽ മതിയായിരുന്നു. ഇനി സാരമില്ല, ഇത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് വിറ്റിട്ട് പുതിയ ഒരു കാറ് തന്നെ നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ മനോഹരൻ പറയണേ, ദേവിക നീ ഇറങ്ങ്, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ദേവികയും കൊണ്ട് കോടതിയിലേക്ക് പോവാനാണ്. അതെന്തിനാ ഇവളെ കൊണ്ടുപോകുന്നത്? ഞാനല്ലേ പറഞ്ഞത് അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത്. ആദ്യം ദേവികയും കൊണ്ട് ഞാൻ കോടതിയിലേക്ക് പോവട്ടെ, വാ മോളെ എന്ന് പറയുമ്പോൾ, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല മോളെ. അവളാണ് ആ കാറിൽ ആദ്യം കയറാൻ പോകുന്നത്. നിനക്ക് ഈ കാറ് വാങ്ങാൻ പോകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ. മുത്തശ്ശി ആദ്യം അസൂയയും കുശുമ്പൊക്കെ മാറ്റിവെക്കുക, എങ്കിൽ മുത്തശ്ശിക്ക് ഒരു അസുഖവും വരില്ല. അല്ല പ്രിയമോളെ, ആ ദേവികയ്ക്ക് ഒട്ടും ഐശ്വര്യമില്ലാത്തവളാണ്. ചേച്ചിക്ക് നല്ല ഐശ്വര്യമുണ്ട് മുത്തശ്ശി അതൊന്നും മനസ്സിലാക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് പ്രിയ അങ്ങ് പോവാണ്ട്. അപ്പോൾ പ്രിയയുടെ ആ സംസാരമൊന്നും മുത്തശ്ശിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് കോടതിയിലേക്ക് നിരഞ്ജനും വിശാലും കൂടി എത്തുകയാണ്. ഇന്ന് സിദ്ധുവിന് ഉറപ്പായും ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ എന്ന് വിശാലിനോട് നിരഞ്ജൻ ചോദിക്കുമ്പോൾ, ഉറപ്പായും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എനിക്കങ്ങനെ വിശ്വസിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിരഞ്ജനൊരു തല കറങ്ങുകയാണ്. എന്തു പറ്റി ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. വേണ്ട, അത് BP ഷോട്ടായതായിരിക്കും, എന്താണെന്നറിയില്ല. ഇടയ്ക്കിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു തല കറങ്ങൽ വരുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഒന്ന് ചെക്കപ്പ് ചെയ്യണം. വിറ്റാമിൻ്റെയും കുറവ് കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ വിശാൽ പറയണേ, ഞാൻ ഉപദേശിക്കുകയാണെന്ന് ഡോക്ടർ കരുതരുത്. എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഫുൾ ചെക്കപ്പ് ഒക്കെ നടത്തണം, അതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് നമുക്ക് കാര്യം അറിയാമല്ലോ. അങ്ങനെ ഇനി നിരഞ്ജൻ അസുഖക്കാരനാവാൻ പോവുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.